ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ പെരട്ട്. അപ്പോൾ ഉള്ളി ഞാൻ സവോള നൈസാക്കി എറിഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പ് കൂട്ടി കൈകൊണ്ട് തിരുമ്മിയിരുന്നു കേട്ടോ. എന്നിട്ട് തിരുമ്പിയതിന് ശേഷം അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് സവോള ഇട്ടിട്ടോ. സവോള നല്ലതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് സവോളയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ഇങ്ങനെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ എന്താണ് ക്യാമറ പിടിച്ചിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ സ്റ്റാൻഡ് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടിത് വഴറ്റണം കേട്ടോ. ചിക്കൻ പെരട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചിക്കൻ പെരട്ട് ചോറ് എടുത്തിട്ട് ആ ചിക്കൻ പെരട്ട് അതിനകത്തിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഒരു പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഗരം മസാല ഒരു ചെറിയ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും. ഇത് ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് നന്നായിട്ട് വഴറ്റിച്ച് ഇതധികം ഞാൻ വഴറ്റിയിട്ടില്ല വെച്ചാൽ ഞാൻ ചൂടാക്കിയെടുത്ത മല്ലിപ്പൊടി ആണ് കേട്ടത്. നന്നാക്കിയിട്ട് ചട്ടിയിലിട്ടിട്ട് മുളക് പൊടിയൊക്കെ ഞാൻ ചൂടാക്കി വെച്ചത്. അതാണ് ഞാൻ ഇതിനകത്ത് അധികം ഇതാക്കാതിരുന്നത്. എന്നിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ചിക്കൻ എടുത്തിട്ട് കേട്ടോ. ഈ ചിക്കനകത്ത് അധികം പീസുകളില്ല. ഞാൻ ചിക്കൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റി വെച്ചൊരു ഭാഗമാണ്. അത് ഇങ്ങനെ എടുത്ത് വെക്കാമെന്ന് വെച്ച് പെരട്ട് പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് പെരട്ട് പോലെ വയ്ക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ പെരട്ട്. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. ചിക്കൻ്റെ കഴുത്ത് പിന്നെ കൈ കാലൊക്കെ ഉണ്ടാകില്ലേ, പിന്നെ അങ്ങനെ നല്ല പീസുകളൊക്കെ എടുത്തിട്ട് മക്രോണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രം ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇത് 2 ചിക്കൻ്റെ കാലൊക്കെ ഉണ്ട് കേട്ടോ. പീസുകളുണ്ട്, എന്നാലും ഞാൻ വാരിയലിൻ്റെ ഭാഗമൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. നന്നായിട്ട് പെരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഈ ചോറിനകത്ത് മസാലയിട്ട് പപ്പടവും കൂട്ടി തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മതി. ഇതിലേക്ക് ഞാൻ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലൊരു ചിക്കൻ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറ്റിയതിന് ശേഷം ഇതിങ്ങനെ വരട്ടി എടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ എനിക്ക് നല്ലോണം വറ്റിയതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.